الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നമുക്കേവർക്കും അറിയുന്നതുപോലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് ഇഫ്രാദുൽ ഉബൂദിയ്യത്തി ലില്ലാഹി അസ്സ വജൽ. തൻ്റെ ആരാധനകൾ പടച്ച റബ്ബിന് മാത്രം അർപ്പിക്കുക എന്നുള്ള തൗഹീദിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. സ്വഹാബാക്കൾ അവരുടെ ജീവിതത്തിലുടനീളം അവരുടെ നഫ്സുകൊണ്ടും മാലുകൊണ്ടും ഈ ദീനിനെയും വിശ്വാസത്തെയും സംരക്ഷിക്കാൻ വേണ്ടി പരിശ്രമിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഏകദൈവ വിശ്വാസത്തിലേക്ക് പരസ്യമായി ക്ഷണിക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ ആ സമൂഹത്തിൽ നിന്ന് വളരെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവുമാണ് നേരിടേണ്ടി വന്നത്. പല രൂപത്തിലുള്ള പീഡനങ്ങളും അവരനുഭവിക്കേണ്ടി വന്നു. ഭക്ഷണ സാമഗ്രികൾ പോലും അവർക്ക് നൽകാതെ പട്ടിണി കിടക്കേണ്ട സാഹചര്യങ്ങൾ അവർക്കുണ്ടായി. പിൻകാലത്ത് പല യുദ്ധങ്ങളെയും അവർ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഇതൊക്കെ ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിലായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റാരുമില്ല എന്നൊരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വലീദ് ഇബ്നുൽ മുഗീറയും സംഘവും വരുന്ന ഒരു സന്ദർഭം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ ത്വാലിബിനെ നമുക്ക് ചെന്ന് കാണാമെന്നും, കാരണം മഷിയഖത്ത് ഖുറൈശികളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അവരുടെ ആ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുകയും അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിനെ ചെന്നുകണ്ട് നമ്മളുടെ പ്രയാസവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കൊണ്ട് ഞങ്ങൾക്കുള്ള പ്രയാസവും അബൂ ത്വാലിബിനെ ചെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനവുമായി ബന്ധപ്പെട്ട അബൂ ത്വാലിബിനോട് പരാതി പറയാനായിട്ട് അവർ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവരെത്തിയപ്പോൾ അവരൊരുപാട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. താങ്കളുടെ പിതാമഹന്മാർ പിഴച്ചുപോയവരാണോ? അവർ നേർമാർഗത്തിലായിരുന്നോ അതല്ല പിഴച്ച മാർഗത്തിലായിരുന്നോ? താങ്കൾ ഇപ്പോൾ പറയണം. നമുക്കറിയാം, ഒരു നാട്ടിൽ പെട്ടെന്ന് ആളുകളെ എതിരാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെ സെൻസിറ്റീവായൊരു വിഷയം എടുത്തിട്ട് അത് വിവാദമാക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നേർമാർഗത്തിലായിരുന്നു എന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. കാരണം എന്താ, അവർക്ക് ബിംബാരാധനയും അങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ നേർമാർഗത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവർ കൊണ്ടു നടക്കുന്ന ഈ ബിംബാരാധന ഒക്കെ അംഗീകരിക്കേണ്ടി വരും. ഇനി പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ എന്താ വരിക? കണ്ടോ, സ്വന്തം പിതാമഹന്മാരെ കുറിച്ചിട്ട് അവരൊക്കെ പിഴച്ചുപോയി എന്ന് പറയാനാണ് ഇപ്പോൾ ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് പറഞ്ഞിട്ട് ഫിത്ന ഉണ്ടാക്കുക. അവിടെ ഒരു മസ്ലഹത്തും ആ ഉത്തരത്തിൽ അവർ പ്രതീക്ഷിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവർ കുറേ സംസാരിച്ചു കഴിഞ്ഞ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ
അള്ളാഹുവിൻ്റെ റസൂലിന് അവരോട് പറയാനുണ്ടായിരുന്നത് ഈ കലിമത്ത് തൗഹീദ് മാത്രമാണ്. നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചവനായ പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുക. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇത് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു അധികാരം താങ്കൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ, സമ്പത്ത് ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ, അതല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ഏതെങ്കിലും വലിയ കുടുംബത്തിൽ നിന്ന് വിവാഹബന്ധം അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ, ഞങ്ങൾക്ക് ഇന്നുള്ള ഈ അധികാരമൊക്കെ അങ്ങേക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയാണോ ഈ ഒരു വാദം അങ്ങ് പറയുന്നത് എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോഴും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ വലതുകൈയിൽ സൂര്യനും ഇടതുകൈയിൽ ചന്ദ്രനും കൊണ്ടുവന്ന് വെച്ച് തന്നാൽ പോലും ഈ പറയുന്ന കലിമത്തു തൗഹീദിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സാക്ഷ്യവചനത്തിൽ നിന്ന് ഞാൻ പിറകോട്ട് പിന്മാറുകയില്ല. പിന്നൊന്നോടഞ്ഞ് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, ഈ സാക്ഷ്യവചനം നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം അറബികളും അനറബികളും നിങ്ങൾക്ക് കീഴിൽ വരും. നിങ്ങൾക്ക് അധികാരമാണോ, നിങ്ങൾക്ക് ഇവിടെയുള്ള ആധിപത്യമാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഉപോത്ബലകമായി, അതായത് കലിമത്തു തൗഹീദ് നിങ്ങൾ സ്വീകരിച്ചാൽ നാളെ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ കലിമത്ത് സ്വീകരിച്ച അറബികളാകട്ടെ അനറബികളാവട്ടെ അവർ ഈ കലിമത്തിന് കീഴിൽ വരും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഈ കലിമത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചും അത് നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം അള്ളാഹു ഒരുപാട് ഇസ്സത്ത് നിങ്ങൾക്ക് ഇനിയും വർദ്ധിപ്പിച്ചു നൽകുമെന്നതിനെക്കുറിച്ച് അവരോട് പറയുന്നുണ്ട്. പക്ഷെ സ്വീകരിക്കാൻ തയ്യാറാകാതെ അവർ പോവുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഈ കലിമത്ത് തൗഹീദ് നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിൽക്കാൻ സാധിക്കാതെ വന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന വേളയിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് മക്കയെ നോക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭൂമിയാണ് നീ, പക്ഷേ ലൗ മാ അഖ്റജൂനി മിൻഹാ ലമാ ഖറജ്തു മിൻഹാ, അവരെന്നെ അവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ഒരിക്കലും പോകുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോകുന്നത്, നാടും വീടൊക്കെ ഉപേക്ഷിച്ച്. സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരത്തെ ഒരു കൊട്ടാരത്തിൽ വലിയ സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. കൊട്ടാരത്തിൽ വളർന്ന വ്യക്തിയാണ്. പിന്നീട് റോമുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് റോമിലേക്ക് അടിമയായി കൊണ്ടുപോകപ്പെടുകയും അവിടെ നിന്ന് മക്കത്തേക്ക് പിന്നീട് പലായനം ചെയ്ത് അദ്ദേഹം രക്ഷപ്പെട്ടു വരികയും അങ്ങനെ മക്കത്തെത്തി അദ്ദേഹം ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത്. അതായത് അദ്ദേഹം വളരെ ധനികനായി മക്കത്ത് വന്നിട്ടൊരു ധനികനായി ജനിച്ചതല്ല, വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്ത്. അദ്ദേഹം ഹിജ്റ പോകുന്ന സമയത്ത് മക്ക മുശ്രിക്കീങ്ങൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, താങ്കൾ മദീനത്തേക്കല്ലേ പോകുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടാൻ വേണ്ടിയാണ് താങ്കൾ പോകുന്നത്. അപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അതെ, മദീനത്തേക്ക് തന്നെയാണ് പോകുന്നത്, എങ്കിൽ താങ്കളെ ഞങ്ങൾ പോകാൻ അനുവദിക്കുകയില്ല. ഒന്നുകിൽ പോരാടി വിജയിച്ചിട്ട് നിങ്ങൾക്ക് പോകാം, അല്ലെങ്കിൽ തിരിച്ചു പോകണം, അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലും. അപ്പോൾ സുഹൈബ് റളിയല്ലാഹു അൻഹു അവരുടെ മുന്നിൽ അദ്ദേഹം വെച്ച ഒരു ബദൽ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ മുഴുവൻ സമ്പത്തും നിങ്ങൾക്ക് നൽകാം, പക്ഷെ പോകാൻ എനിക്ക് എന്ത് ചെയ്യണം, അനുവാദം തരണം. എനിക്കെൻ്റെ സമ്പത്തൊന്നും വേണ്ട, മുഴുവൻ സമ്പത്തും ഞാൻ നിങ്ങൾക്ക് നൽകാം.
നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ഒരാൾ തൻ്റെ ആയുസ്സിൽ ഏകദേശം അധ്വാനിച്ച് ജീവിച്ച് സുസ്ഥിരമായ അൽഹംദുലില്ലാ അത്യാവശ്യം അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ സാധിക്കുന്ന രൂപത്തിലുള്ളൊരു സാമ്പത്തിക സ്ഥിതിയിലെത്തി നിൽക്കുന്നൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും തൻ്റെ ദീനിൻ്റെ പേരിൽ അത് കൊടുത്തിട്ട് പോകാൻ അദ്ദേഹം അവിടെ തയ്യാറാകുകയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മക്കത്തെ ഏറ്റവും ധനാഢ്യരായ ആളുകളിൽ ഒരാളായിരുന്നു. വളരെ ധനികനായി. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് വലിയ ധനിക. ഈ ഉമ്മയായിരുന്നു അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ട് എല്ലാം നൽകിക്കൊണ്ടിരുന്നത്. ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതായത് നിരന്തരം പുതിയ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുകയും ഏറ്റവും മുന്തിയ ഇനം സുഗന്ധങ്ങൾ മാത്രം ഉപയോഗിക്കുകയും ആളുകൾ പോലും നടന്നു പോകുമ്പോൾ അസൂയയോടുകൂടി അദ്ദേഹത്തെ നോക്കിക്കാണുകയും ചെയ്തിരുന്ന രൂപത്തിൽ വളരെ പ്രൗഢിയോടുകൂടി മാത്രം നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ആര്? മുസ്അബ് ഇബ്നു ഉമൈർ. വളരെ പ്രൗഢിയിൽ മാത്രമേ അദ്ദേഹം പുറത്ത് ഇറങ്ങുള്ളൂ, നടക്കുള്ളൂ. അത്രയും ധനികനായ വ്യക്തിയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, ഇനി ഇവിടുന്ന് ഒന്നും നിനക്ക് നൽകുകയില്ല. നിനക്ക് വേണമെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാം, അല്ലെങ്കിൽ നിനക്ക് തിരിച്ചു വരാൻ ഞാൻ എല്ലാം നിനക്ക് നൽകിക്കൊണ്ടിരുന്ന ഞാൻ തരും. പക്ഷെ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിനക്ക് ഇനി ഒന്നും ഇവിടുന്ന് വീട്ടിൽ നിന്നൊന്നും കിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറഞ്ഞ പോലെ അതെല്ലാം ഉപേക്ഷിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹം വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മതപരമായ വിജ്ഞാനം നുകർന്ന് മദീനത്തേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ പലായനം ചെയ്യുന്നതിന് മുൻപ് അവിടെയുള്ള ആളുകൾക്ക് പ്രബോധനം നടത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞേക്കുന്നത് ആരെയാ? മുസ്അബ് ഇബ്നു ഉമൈറിനെ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് കിടക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ആ മയ്യിത്ത് കഫൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതപ്പ്, ചില പണ്ഡിതന്മാരൊക്കെ ഒരു അയാളുടെ ധനത്തിൽ നിന്ന് തന്നെ അയാളുടെ കഫനും കാര്യങ്ങളൊക്കെ ആവുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ദൽ എന്നൊക്കെ പറയാൻ ഈ സംഭവം എടുത്തുദ്ധരിച്ചൊക്കെ കാണാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ഒരു പുതപ്പാണ് ഉണ്ടായിരുന്നത്. ആ പുതപ്പ് അദ്ദേഹത്തിൻ്റെ കാലിൽ വെച്ചാൽ തല പുറത്താകുകയും തല മറച്ചാൽ കാല് പുറത്താകുകയും ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇജ്അലു അലാ റിജ്ലൈഹിൽ ഇദ്ഖിർ. ഇദ്ഖിർ എന്ന് പറയുന്ന ചെടി മുറിച്ചിട്ട് ആ ചെടി അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ഭാഗത്ത് വെച്ച് കെട്ടിയിട്ട് കഫൻ ചെയ്ത് നിങ്ങൾ മറവ് ചെയ്യുക. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ ദുനിയവിയായി ഏറ്റവും പ്രൗഢിയിൽ നിന്നിരുന്ന മുസ്അബ് ഇബ്നു ഉമൈർ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെ ഒന്ന് പൂർണ്ണമായി കഫൻ ചെയ്യാനുള്ളൊരു തുണി പോലും ഇല്ലാതെയാണല്ലോ മുസ്അബ് വിട പറഞ്ഞു പോകുന്നത് എന്ന അവസ്ഥ കണ്ടിട്ട് അവരൊക്കെ കരഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദീനുമായി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ കലിമത്ത് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുമ്പോൾ അവിടെ നമുക്ക് എപ്പോഴും കാത്തിരിക്കുക എല്ലാ അർത്ഥത്തിലുള്ള സ്വീകരണങ്ങൾ. നിങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ ജയിലൊന്നും പോകില്ല, നിങ്ങൾക്കിവിടെ എല്ലാ സൗകര്യമുണ്ട്, നിങ്ങളെപ്പോഴും ദഅവത്ത് നടത്തിക്കോളി എന്ന് പറയുന്ന സാഹചര്യങ്ങളല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. ഇത് സ്വഹാബാക്കൾക്ക് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പുള്ള ആൾക്കാരുടെ അവസ്ഥയെക്കുറിച്ചിട്ട് ഓർമ്മിപ്പിച്ച്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുമ്പുള്ള ആൾക്കാരുടെ അവസ്ഥയും സ്വഹാബാക്കളുടെ അവസ്ഥയും നമ്മൾ ഓർക്കണം. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നിങ്ങൾ കരുതിയിരിക്കുകയാണോ? നമ്മൾ വിചാരിക്കും അമല് അൽഹംദുലില്ലാ നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നുണ്ട്, ദീനിയായിട്ട് ജീവിക്കുന്നുണ്ട്, കാര്യങ്ങൾ നമുക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. പ്രതീക്ഷ ഉണ്ടാവും വേണം. പക്ഷേ വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി കാത്തിരിക്കുകയാണോ, കരുതിയിരിക്കുകയാണോ?
വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. അവർ പിടിച്ചു കുലുക്കപ്പെട്ടു, അവരെ വല്ലാത്ത പ്രയാസങ്ങൾ ബാധിച്ചു. ആ പ്രയാസത്തിൻ്റെ കാഠിന്യം കാരണത്താൽ നബിമാരോടൊപ്പമുള്ള ആളുകൾ വന്നിട്ട് ചോദിച്ചു, പടച്ചോൻ്റെ സഹായം ഇനിയും നമുക്ക് വരാൻ സമയമായിട്ടില്ലേ? അത്രമാത്രം കൊടിയ ദുരിതങ്ങൾക്ക് അവർ വിധേയരായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദ് എന്ന് പറയുന്നത്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹക്കാണ്, ഭൂമിയിൽ ഏറ്റവും വലിയ ഹക്കുമാണ്. അതായത് ഏറ്റവും വലിയ അവകാശം. ആ അവകാശം ഒരു മനുഷ്യൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അള്ളാഹുവിൻ്റെ റസൂലിനും മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കൊക്കെ വഹി ഇറങ്ങിയ കാര്യമാണ്. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ്റെ എല്ലാ കർമ്മങ്ങളും നിഷ്ഫലമായി. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ. അള്ളാഹു അവൻ്റെ മേൽ സ്വർഗം നിഷിദ്ധമാക്കുകയും നരകം അവൻ്റെ സങ്കേതമാക്കി നിശ്ചയിക്കുകയും ചെയ്യും, അവൻ ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിൽ പങ്കു ചേർത്താൽ. മാത്രമല്ല, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുക്ക് മാത്രം ഇബാദത്ത് എടുക്കാൻ. ഇല്ലാ ലിയഅ്ബുദൂൻ എന്നുള്ളിടത്ത് മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് ഐ ഇല്ലാ ലിയുവഹിദൂൻ, പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചയച്ചു. മുആദ് റളിയല്ലാഹു അൻഹു ചെറിയ പ്രായത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്, വളരെ യങ്ങാണ്. അദ്ദേഹത്തെയും അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിനെയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് പ്രബോധനത്തിന് അയക്കുന്നത്. പോകുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞു, മുആദ് ഫഅസ അല്ലാ നൽതഖി ബഅദ ആമി ഹാദാ വലഅല്ലക തമുറു ബിഖബ്രി വമസ്ജിദി. ഈ വർഷം ഒരുപക്ഷെ ചിലപ്പോൾ എൻ്റെ അവസാനത്തെ വർഷമായിരിക്കാം. താങ്കൾ ഇനി വരുന്ന സമയത്ത് ഇവിടെ എന്നെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. എൻ്റെ പള്ളിയുടെ ഓരത്തുകൂടി, ഖബറിൻ്റെ ഓരത്തുകൂടിയായിരിക്കാം മുആദ് താങ്കൾ ഒരുപക്ഷെ നടക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് താങ്ങാൻ സാധിച്ചില്ല. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഫബകാ മുആദ് റളിയല്ലാഹു അൻഹു ജശഅൻ ലിഫിറാഖിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപിരിഞ്ഞ്, അതായത് ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ സ്വന്തം മാതാപിതാക്കൾ, ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. നമ്മളോട് പറയാം, മോനെ എൻ്റെ ഒരുപക്ഷെ അവസാനമായിട്ടുണ്ട്, നീ ഇനി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വാപ്പ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന് പറയുമ്പോൾ ഒരു മോനെന്നുള്ള അർത്ഥത്തിൽ വിട്ടു പിരിഞ്ഞു പോരുമ്പോഴുള്ള വേദന എത്ര ആയിരിക്കും. എന്നാൽ വാപ്പയേക്കാൾ, മകനേക്കാൾ, സഹോദരനേക്കാൾ മറ്റാരെക്കാളും താങ്കൾ സ്നേഹിക്കുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയാണ്, ഇനി വരുന്ന സമയത്ത് ഒരുപക്ഷെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എൻ്റെ ഖബറിനരികിലൂടെ, എൻ്റെ പള്ളിക്കരികിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നത്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. فبكى معاذ رضي الله عنه جشعا لفراق النبي صلى الله عليه وسلم. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേർപിരിയുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ട്. പക്ഷെ ആ യാത്രയോടെ നിർത്തിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്നാൽ ശരി, എന്നാൽ ഞാനൊരു കൊല്ലല്ലേ കിട്ടുള്ളൂ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ, അത് നിന്നിട്ട് പിന്നെ പോവാം എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പോയിട്ട്
അദ്ദേഹം ആ യമനിലെത്തി ആദ്യമായി അവരോട് പ്രബോധനം നടത്തുന്ന ഭാഗം നമ്മൾ എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും. അതൈതുകും മിൻ ഇൻദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന്നഹു അമറകും അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് നബിയുടെ അരികിൽ നിന്നാണ്. അദ്ദേഹം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കാൻ പാടില്ല. ഒരു അഹ്ലു കിതാബിൻ്റെ അടുത്ത് ചെന്ന് അവിടെ ചെന്നിട്ട് ഓരോട് പറയാണ്. എത്ര ആൾക്ക് ധൈര്യം ഉണ്ടാവും? ആലോചിച്ച് നോക്ക്. നമ്മളൊരു നാട്ടിൽ ചെന്നിട്ട് ആ നാട്ടിലുള്ള ആളുകളോട് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ. ചിലപ്പോൾ കൊല്ലപ്പെടാം, ചിലപ്പോൾ അവർ പിടിച്ചിട്ട് തടങ്കലിൽ വെക്കാം, എന്തൊക്കെ ചെയ്യാം. പക്ഷേ സ്വഹാബാക്കൾ ഓരോ നാടുകളിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചത്, ആ നിയോഗിച്ച സ്ഥലങ്ങളിലേക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതികളായ രാജാക്കന്മാരുടെ അരികിലേക്ക് പോലും സ്വഹാബാക്കൾ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് എന്ത് പറയാണ്? തൗഹീദ് പറയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവത്തെക്കുറിച്ചിട്ട് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ട് വന്നതാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഫിറൗൻ ചോദിച്ചു, ഖാല വമാ റബ്ബുൽ ആലമീൻ. വമന്ന് പോലും ചോദിച്ചില്ല. വമാ റബ്ബുൽ ആലമീൻ. ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? മാ എന്നുള്ളത് അറബി ഭാഷയിൽ ഈ ജീവനില്ലാത്ത വസ്തുക്കളുടെ ജമാദാത്ത്, അതെന്താണെന്ന് ചോദിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ആര് എന്നുള്ളത് ചോദിക്കാൻ എന്താ ഉപയോഗിക്കുക? മൻ. ഒമാ റബ്ബുൽ ആലമീൻ. എന്താ ഈ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്ന് അങ്ങനെ ചോദിച്ചു ഫിറൗൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും തഅഖിലൂൻ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിനെയും സൃഷ്ടിച്ചവനായ റബ്ബാണ് റബ്ബുൽ ആലമീൻ. അപ്പോൾ ഫിറൗൻ എന്താ പറഞ്ഞത്? ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ. ഇയാൾ പറയണങ്ങളൊക്കെ കേൾക്കില്ലേ? അപ്പോൾ അവിടെ ഫുള്ള് ഫിറൗൻ്റെ എല്ലാ ആൾക്കാർ, സൈന്യാധിപന്മാരുണ്ട്, അതേപോലെ തന്നെ മന്ത്രിമാരുണ്ട്, ആളുകളൊക്കെ ഉണ്ട്. അവരോട് പറയാം, ഇയാൾ പറയണത് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? വീണ്ടും അദ്ദേഹം അവിടെ ആവർത്തിച്ച് പറയാണ്, നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ച ആ റബ്ബാണ് റബ്ബുൽ ആലമീൻ. അപ്പോൾ ഫിറൗൻ പറയാണ്, നീ ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഇവന് ഭ്രാന്തന്തോ ആണ് തോന്നുന്നുണ്ട്. കാരണം എന്താ? ഫിറൗൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഈ പറയുന്നത്. ഒരാൾക്ക് പറയാൻ എന്തുണ്ടാവില്ല? ധൈര്യം ഉണ്ടാവില്ല. കാരണം അങ്ങനെ പറയുന്നതെന്നല്ല, അതിനേക്കാൾ എത്രയോ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആളുകളെ കൊല്ലാനും പീഡിപ്പിക്കാനും യാതൊരു മടിയില്ലാത്ത ഫിറൗൻ്റെ മുന്നിൽ നിന്നിട്ട് റബ്ബ് എന്ന് പറയുന്നത് താങ്കളല്ല, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് റബ്ബ് എന്നവിടെ അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ ഫിറൗൻ പറയുന്നത്, ഇന്ന റസൂലക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ഇവനെന്തോ ഭ്രാന്തോ തലക്ക് സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തൗഹീദ് പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്ന, തൗഹീദ് പ്രബോധനം ചെയ്ത ആളുകൾക്ക് ഒരിക്കലും എന്തല്ല, എപ്പോഴും വലിയ സ്വീകാര്യതയല്ല കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതിൽ ചില ആളുകളൊക്കെ കൊല്ലപ്പെട്ടു. എന്നാൽ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി ചില ആളുകൾക്കൊക്കെ എന്ത് ചെയ്തു? ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ആ റിസാലത്ത് എത്തിക്കാനും ഒരുപാട് ആളുകളെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സാധിച്ചു. അതൊക്കെ പടച്ചോൻ്റെ തൗഫീഖാണ്. ഇനി അയാൾ കൊല്ലപ്പെടുകയാണെങ്കിലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ഷഹീദായിട്ട് അയാൾ മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പല രൂപത്തിലുള്ള ശിർക്കുകളും നടമാടിയിരുന്നു. ബിംബാരാധനയുണ്ടായി. മക്കം ഫത്ഹിന് ശേഷമാണ് കഅബാലയത്തിൻ്റെ സമീപത്തും കഅബാലയത്തിലുമൊക്കെ മക്കാ മുശ്രിക്കീങ്ങൾ നിലയുറപ്പിച്ചിരുന്ന ബിംബങ്ങൾ എടുത്തു മാറ്റപ്പെട്ടതെന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹിന് ശേഷം അവിടെയുള്ള ബിംബങ്ങളെയും മറ്റൊക്കെ എടുത്ത് കളയുവാൻ വേണ്ടി, കാരണം ഏകനായ റബ്ബിനെ ആരാധിക്കാണ്ടാക്കിയ ആരാധനാലയത്തിൽ പിന്നീട് ബിംബങ്ങളും മറ്റൊക്കെ സ്ഥാപിച്ചതിന് എടുത്തു കളയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കൽപ്പിച്ചു. മക്കം ഫത്ഹിന് ശേഷം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഉസ്സ എന്ന് പറയുന്ന, അന്ന് അവർ ആരാധിച്ചിരുന്ന ഏറ്റവും വലിയ ആരാധ്യന്മാരിൽ ഒരാളായിരുന്നു ഉസ്സ. അതുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയിരുന്ന ആരാധനാ കേന്ദ്രം,
അത് പൊളിച്ച് അവിടുന്ന് തുടച്ച് നീക്കാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചതാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അത് അവിടുന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, മനാത്ത് എന്ന് പറയുന്ന ആരാധനാ കേന്ദ്രം അത് നീക്കം ചെയ്തത് ആരറിയും? അബൂ സുഫിയാൻ ഇബ്നു ഹർബ്, മക്ക മുശ്രിക്കീങ്ങളുടെ നേതാവായിരുന്ന ബദർ യുദ്ധം ഉണ്ടാകാൻ കാരണക്കാരായ വ്യക്തികളിൽ ഒരാൾ. അതായത് ബദർ യുദ്ധത്തിന് അബൂ സുഫിയാനും സംഘവും ഖുറൈശികളുടെ ധനവുമായി പണവുമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് അറിയുകയും തങ്ങളുടെ ഖുറൈശികൾ അപഹരിച്ച ആ പണം തിരികെ വാങ്ങണം എന്നുള്ള അർത്ഥത്തോടു കൂടി ആ സംഘത്തെ പിടികൂടാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയും ചെയ്ത് പിന്നെയാണ് എന്തുണ്ടാവുന്നത്? ബദർ യുദ്ധം ഉണ്ടാക്കുന്നത്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അന്ന് ആ സംഘത്തെ, ഖുറൈശികളുടെ സംഘത്തെ നയിക്കുന്നത് ആരാ? അബൂ സുഫിയാൻ. ആ അബൂ സുഫിയാനാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? മനാത്ത് എന്ന് പറയുന്ന മക്ക മുശ്രിക്കുകൾ വലിയ സ്ഥാനം നൽകി കൊണ്ടു നടന്നിരുന്ന അവരുടെ ആരാധനാ കേന്ദ്രം തന്നെ മൊത്തം പൊളിച്ച് നീക്കി എല്ലാം ക്ലിയർ ചെയ്യുന്നത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ്. മാത്രമല്ല, ദിൽഖിലസ എന്ന് പറയുന്ന ദൗസ് ഗോത്രക്കാർ, ഏറ്റവും സുപ്രധാനമായി ബജലി ഗോത്രക്കാരും ദൗസ് ഗോത്രക്കാരും ആരാധിച്ചിരുന്ന യമനികളുടെ ദൈവമാണ്. അതായത് അവർ ആരാധിക്കുന്ന എന്ന അർത്ഥത്തിലുള്ള ദൈവം, അവർ ദൈവമായി കണ്ടിരുന്ന അവരുടെ ബിംബമാണ് ദിൽഖിലസ എന്ന് പറയുന്നത്. അങ്ങനെ ദൗസ് ഗോത്രം നമുക്കറിയാം, തുഫൈൽ ഇബ്നു അംർ ദൗസി എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഗോത്രത്തിൻ്റെ മൂപ്പൻ, ആ ഗോത്രത്തിൻ്റെ നേതാവ്. അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര പ്രതീക്ഷയിലാണ് പോകുന്നത്. അദ്ദേഹം കരുതിയത് എന്താ വെച്ചാൽ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ അവരെ നേതാവല്ലേ, ഞാൻ പറയണമൊക്കെ അവർ കേൾക്കും, എല്ലാവരും ഇസ്ലാമൊക്കെ വരുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. യമനിലേക്ക് എത്തി. അതുവരെ അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്ക് അവർക്കില്ല. അവരുടെ ആ ഗോത്രത്തിന്, നമുക്കറിയാം ഈ ഗോത്ര സംവിധാനത്തിൽ ആ ഗോത്രത്തിൻ്റെ മൂപ്പം പറഞ്ഞാൽ പിന്നെ അതാണ് സുപ്രീം കോടതി, വേറൊന്നുമില്ല. അപ്പോൾ അതുവരെ അദ്ദേഹം പറഞ്ഞ എന്തും കേട്ടിരുന്ന ആളുകളോട് അദ്ദേഹം അവരൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ അവരദ്ദേഹത്തെ തിരസ്കരിച്ചു. വളരെ ചുരുക്കം ചിലരല്ലാതെ ആരും അദ്ദേഹത്തെ പിൻപറ്റാൻ തയ്യാറായില്ല. വളരെ ദുഃഖിതനായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഉദ്ഉ അലാ ദൗസിൻ, ദൗസ് ഗോത്രത്തിനെതിരെ താങ്കൾ പ്രാർത്ഥിക്കണം. കാരണം അദ്ദേഹം ക്ഷുഭിതനായി ദേഷ്യം പിടിച്ചിട്ട് വരിക. കാരണം എന്താ, ഇത്രയും കാലം ഞാൻ അവർക്ക് അവരുടെ നേതാവായി അവർക്കുള്ള സേവനമൊക്കെ ചെയ്തു കൊടുത്തു, എന്നിട്ട് ഞാൻ അവരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അവരോട് ആവശ്യപ്പെട്ടത് ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അവർക്കെതിരെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹ്ദി ദൗസൻ വഅതി ബിഹിം, അള്ളാഹു ദൗസ് ഗോത്രത്തിന് നീ ഹിദായത്ത് കൊടുക്കുകയും അവർക്ക് ഇദ്ദേഹത്തോടൊപ്പം ഇങ്ങോട്ട് വരുവാനുള്ള തൗഫീക്ക് കൊടുക്കുകയും ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, വീണ്ടും പോരെ, ദാവത്തി പറയുമ്പോഴത്തേനും അവർ സ്വീകരിച്ചോളുന്നില്ല, പോയിട്ട് ക്ഷമയോടുകൂടി അവരെ പ്രബോധനം ചെയ്യ്, ദാവത്ത് ചെയ്യ്. അങ്ങനെ തുഫൈൽ ഇബ്നു അംർ ദൗസി റളിയല്ലാഹു അൻഹു വീണ്ടും മടങ്ങി വന്ന് അദ്ദേഹം അവിടെ ഒഴിവാക്കി പോരാന്നുള്ള ഉദ്ദേശത്തിൽ പോകുന്ന ആളാണ്. കാരണം എന്താ, അവരോടുള്ള ദേഷ്യം കൊണ്ട്. പക്ഷെ തിരിച്ചു പോയി അദ്ദേഹം അവിടെ നിന്ന് ദാവത്ത് ചെയ്തു. പിന്നീട് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് ആളുകൾ, ഒരുപാട് കുടുംബങ്ങൾ, അതിൽ കൂടെ വന്ന ആളാണ് ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി. ഒന്നാലോചിച്ചു, ആരുടെ ദാവത്ത്? തുഫൈൽ ഇബ്നു അംർ ദൗസി. അദ്ദേഹം അന്ന് സംഗതി ഓരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോന്നും ഒരിക്കലും നന്നാൻ പോവില്ല പറഞ്ഞിട്ട് മൂപ്പരവിടെ മദീനയിൽ തന്നെ അവിടെ തന്നെ ഇരുന്നാലോ, ഞാൻ അങ്ങോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ അവർ സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല പോകുന്നത്. പക്ഷെ അദ്ദേഹം ചെയ്യേണ്ട ഉത്തരവാദിത്വം പൂർത്തിയായിട്ടില്ല എന്നുള്ള ബോധ്യം കൊണ്ട് മാത്രമാണ് പോകുന്നത്. എന്നിട്ട് അവിടെ എത്തി അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി ദഅവത്ത് ചെയ്തപ്പോൾ ഒരുപാട് കുടുംബങ്ങളടക്കം, അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉമ്മയും വന്നുവെങ്കിലും ഉമ്മ അന്ന് ഇസ്ലാം സ്വീകരിച്ചില്ല. പിന്നീട് ആണ് ഉമ്മ എന്ത് ചെയ്യുന്നത്? ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സഹാബിമാർ അവർ ചെയ്തിട്ടുള്ളതായ ത്യാഗങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ്.
ഇതിൽ ജരീർ ഇബ്നു അബ്ദില്ല, നമ്മൾ ധാരാളം കേൾക്കുന്ന സ്വഹാബിയാണ് ആര്? ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി. ഒരുപാട് ഹദീസ് റിപ്പോർട്ട് ചെയ്ത വളരെ പാണ്ഡിത്യമുള്ള ഒരു സ്വഹാബിയാണ് ആര്? ജരീർ ഇബ്നു അബ്ദില്ലാഹ് അൽ ബജലി. ഈ ബജലി ഗോത്രത്തിലെ ബജീല ഗോത്രം, ബജലി ഗോത്രം എന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ ആ ഗോത്രത്തിലെ വ്യക്തിയാണ് ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഈ ദൗസ് ഗോത്രം ഇവരൊക്കെ ഇസ്ലാം സ്വീകരിച്ച് അവരാരാധിച്ചിരുന്ന ദിൽഖലസ് ഇപ്പോൾ അവിടെ ഉണ്ട്. അവരിപ്പോൾ അതിനെ ആരാധിക്കില്ല, പക്ഷേ ഈ സംഗതി എന്തുണ്ട്? ഇപ്പോഴും അവിടെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജരീർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു വിളിച്ചു. കാരണം എന്താ അറിയോ? അത് വേറൊരാൾ പോയിട്ട് തകർക്കല്ല, അതിൻ്റെ ആൾക്കാർ തന്നെ അത് തെറ്റാന്ന് ബോധ്യപ്പെട്ട് തിരുത്തിയതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അവിടെയാണ് മക്കാ മുശ്രിക്കുകളുടെ മനാത്ത് നീക്കം ചെയ്തപ്പോൾ ആര് പോയിട്ടാണ് നീക്കം ചെയ്തത്? മക്കാ മുശ്രിക്കുകളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ. ഈ ദിൽഖലസ എന്ന് പറയുന്നതിൻ്റെ സൂക്ഷിപ്പുകാർ ബജലി ഗോത്രമായിരുന്നു. അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന ആൾക്കാർ. അങ്ങനെ ജരീർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇപ്പോൾ ഇവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു. അപ്പം എന്നാൽ അവിടെ പടച്ച റബ്ബിന് പുറമെ ആരാധിക്കപ്പെട്ടിരുന്ന ആ സംഗതി ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് ആരാണ് അത് നീക്കം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ. അദ്ദേഹം പുറപ്പെട്ട് ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു ആണ് ദിൽഖലസയെ നീക്കം ചെയ്തത്. പക്ഷേ നബി സല്ലല്ലാഹു അത് നീക്കൊക്കെ ചെയ്ത്, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുൻപ് ലാ തഖൂമുസ്സാഅ ഹത്താ തضطرب അലിയാതി നിസാഇ ദൗസിൻ ഹൗല ദിൽഖലസ. ഈ ദിൽഖലസക്ക് ചുറ്റും ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ കുലുങ്ങി നടക്കുക. അതായത് അവരുടെ ഇബാദത്ത് അങ്ങനെയായിരുന്നു, നൃത്തവും പിന്നെ നൃത്തം ചെയ്യുക, അതേപോലെ തന്നെ വലിയ ശബ്ദം ഉണ്ടാക്കുക, ഇതൊക്കെ ആയിരുന്നു അവരെ ആരാധന. അപ്പോൾ ആ ദൗസ് ഗോത്രത്തിലെ സ്ത്രീകൾ വീണ്ടും ദിൽഖലസക്ക് ചുറ്റും നൃത്തം ചെയ്യാതെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അന്ന് പറഞ്ഞു. ഇപ്പം നമ്മളെ നാട്ടിലെ ചില ക്ലിപ്പുകളൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ മിഞ്ഞാന്ന് പറയാൻ, മടവൂര് പടച്ചോനാന്ന് ഞങ്ങൾ പറയൂ, നിങ്ങൾക്ക് എന്താ കുഴപ്പമൊന്നും? ഞമ്മക്കൊരു കുഴപ്പമില്ല, കുഴപ്പം പോയി നിങ്ങൾക്ക് തന്നെ. മടവൂര് പടച്ചോന, മടവൂര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യൻ പറയാണ് മടവൂർ പടച്ചോനാന്ന് ഞങ്ങൾ പറയും, എന്താ കുഴപ്പം? മക്കാ മുശ്രിക്കുകൾ പോലും 3 കാര്യങ്ങളിൽ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നില്ല. അത് ചരിത്രം പരിശോധിച്ചാൽ 3 കാര്യങ്ങളിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ മനുഷ്യരാശിയിൽ അധിക പേരും ധൈര്യപ്പെട്ടിരുന്നില്ല. 3 കാര്യങ്ങൾ: അൽ ഖൽഖ്, അൽ മുൽക്ക്, അത്തദ്ബീർ. സൃഷ്ടിപ്പ്, പരമാധികാരം, അതേപോലത്തെ എല്ലാം നിയന്ത്രിക്കുന്നവൻ. ഇതിലൊക്കെ ഇവർ പങ്കുചേർത്തില്ലേ? പടച്ചോൻ. നിങ്ങൾ പടച്ചോൻ എന്ന് പറയുമ്പോൾ എന്താ മേശയും കട്ടിലുണ്ടാക്കുന്ന ആളെന്നുള്ള ആൾക്ക് നിങ്ങൾ പടച്ചോൻ എന്ന് പറയുക അല്ലല്ലോ. ഈ പ്രപഞ്ചത്തെയും ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളെയും മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച റബ്ബിനെ ഉദ്ദേശിച്ചിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പടച്ചോൻ, ഖാലിഖ് എന്നുള്ള വാക്ക്. അതൊരു മനുഷ്യനെ കുറിച്ചിട്ട് പറയുന്നതിന് നമുക്ക് പേടി തോന്നില്ല എന്ന് ഒരു മനുഷ്യൻ പറയുന്നുണ്ടെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം പോലും ഈമാനിൻ്റെ അംശം ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഒന്നുകിൽ പച്ചക്ക് മുനാഫിഖ്, അല്ലെങ്കിൽ പച്ചക്ക് കാഫിർ, പല കോലത്തിലും വരുമല്ലോ. വളരെ ഗുരുതരമായ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ പറയാം, മുമ്പ് ഇത്രയും കാലം എന്താ പറഞ്ഞിരുന്നത്? സ്വമതീയത്വവാദം. എന്താ സ്വമതീയത്വവാദം? സ്വമതാണെന്ന് പറഞ്ഞാലേ ശിർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ശിർക്കാവില്ല. എന്താ അങ്ങനെ പറഞ്ഞാൽ? ഒന്നിനെയും ആശ്രയിക്കാതെ നിരാശ്രയനായി എല്ലാത്തിനും കഴിവുള്ളവനാണ് അല്ലാഹു സമദ്. അവൻ നിരാശ്രയനാണ് എന്നുള്ള ആ സ്വമതീയത്ത് ആർക്കെങ്കിലും കൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ശിർക്കാവുള്ളൂ, ഇല്ലെങ്കിൽ ശിർക്കാവില്ല. പടച്ചോൻ കൊടുത്ത കഴിവുന്നാണ് എന്ന് വിചാരിച്ച് ചോദിച്ചാൽ ശിർക്കാവില്ല എന്നൊരു വാദം പറഞ്ഞു. അപ്പോൾ ആ വാദം പൊളിച്ചിട്ട് ഇയാൾ പറയും എന്ത്? അതായത് ബദരീങ്ങൾക്ക് കൊടുത്ത കഴിവെന്ന് പോലും ഷിഫാക്കുന്നല്ല, ബദരീങ്ങൾ ഷിഫാക്കും തന്നെ പറഞ്ഞാൽ മതി. ഒന്നാലോചിച്ച് നോക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ. ഒരു രോഗം വന്ന് നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? ചില ആൾക്കാർ പറയും ബദരീങ്ങളെ,
മൊഹീദ്ദീൻ ഷേഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ബദരീങ്ങളുടെ ശ്രേഷ്ഠതയെക്കുറിച്ചിട്ട് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നോക്കി നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞവരാണ്. ബദറിൽ പങ്കെടുത്തവർ അവരിനി ജീവിതത്തിൽ എന്ത് പ്രവർത്തിച്ചാലും അവർക്കൊന്നും ബാധിക്കുകയില്ല. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗത്തിലേക്ക് അനുമതി നൽകിയ ആളുകളാണ് ബദറിൽ പങ്കെടുത്തവരെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തസ്കിയത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ പിന്നെയും ജീവിതത്തിൽ തസ്കിയത്തോടു കൂടിയാണ് കേട്ടോ ജീവിച്ചത്. ഈ ബദറിൽ പങ്കെടുത്ത ആളുകൾ ഒരിക്കലും അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് തേടിക്കോളി എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. രോഗം വന്നാലോ അല്ലാഹുമ്മ ശ്ഫി അൻത ഷാഫി, അല്ലാഹുമ്മ ശ്ഫി, അല്ലാഹു നീ രോഗത്തിന് ശമനം നൽകണമേ, അൻത ഷാഫി, ഷിഫ നൽകുന്നവൻ നീ മാത്രമാണ്, ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, ഇനി മാത്രം അവിടെ ഇല്ല, അത് നിങ്ങൾ ചേർത്താന്ന് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ തൊട്ട് ശേഷം വിശദീകരിച്ച് ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക, അല്ലാഹുവേ നിന്റെ ഷിഫയല്ലാത്തൊരു ഷിഫയും ഇല്ല, ഷിഫ ലാ യുഗാദിറു സഖമ, രോഗത്തെ ബാക്കിയാകാത്ത വിധം, ഒന്നും ബാക്കി വെക്കാത്ത വിധം പരിപൂർണമായി ഷിഫ നൽകണേ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇങ്ങനെയുള്ള ഓരോ പ്രാർത്ഥന നമ്മൾ എടുത്തു നോക്കിയാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അദ്ദേഹം കേൾക്കുകയാണ്, കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. എവിടെ പോകുന്നുണ്ട്? മരത്തിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് നമ്മളെ നാട്ടിൽ ഈ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു മരത്തുമ്മ പോയിട്ട് തൊട്ടിലിടണ പരിപാടിയില്ല. കുട്ടികളുണ്ടാവാൻ മരത്തുമ്മ പോയിട്ട് തൊട്ടിലിട്ട് അവിടെ ഏതോ ഒരു വലിയ വന്നിരുന്നത്രേ. അപ്പോൾ ആ വലിയ എൻ്റെ ഒരു കറാമത്ത് അവിടെ വന്നിട്ട് തൊട്ടിൽ കെട്ടിയിട്ട് എന്നിട്ട് ആ മരത്തിൻ്റെ അടുത്ത് നിന്ന് ആ മരത്തിനോട് പ്രാർത്ഥിക്കാം. തഅദീം ചെയ്യപ്പെടുന്ന ഷജറയുണ്ടെങ്കിൽ, എന്താ ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത കൽപ്പിക്കപ്പെടുന്ന ഷജറയുണ്ടെങ്കിൽ അതിന് മുറിച്ച് നീക്കം ചെയ്യണം എന്നുള്ളതാണ് എന്ത് ശറഅയിലെ നിയമം. ആര് പഠിപ്പിച്ചതാ? അള്ളാൻ്റെ റസൂൽ. ഒന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ ദാത്തു അൻവാത്ത് എന്ന് പറയുന്ന ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മക്ക മുശ്രിക്കുകൾ ഇവരൊക്കെ എന്ത് ചെയ്യുമോ, യുദ്ധത്തിന് പോകുമ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വാള് വെക്കും, എന്നിട്ട് വാളെടുക്കും പൂജക്ക് വെക്കണ പോലെ, എന്നിട്ട് ആ വാളും കൊണ്ടുപോയാൽ യുദ്ധത്തിൽ നല്ല വിജയം ഉണ്ടാവുമെന്നാണ് ഇവരെ വിശ്വാസം. അപ്പോൾ സ്വഹാബാക്കൾ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു യാ റസൂലല്ലാഹ്, അതായത് അവരുടെ കൂട്ടത്തിൽ അത്ര അറിവില്ലാത്ത ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്ത് കമാ ലഹും ദാത അൻവാത്ത്, അവർക്ക് ഈ ദാത്തു അൻവാത്ത് എന്നുള്ള മരമുള്ള പോലെ ഞങ്ങൾക്കും വേണൊരു മരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചോദിച്ചത്? മൂസാ നബിയുടെ ഖൗമ് ഒരാരാധ്യന വേണമെന്ന് ചോദിച്ച പോലെ നിങ്ങൾ ചോദിക്കുകയാണോ എന്ന് ചോദിച്ചു. മാത്രമല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈഅത്തുർ റിദ്വാൻ നമുക്കറിയാം, ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ എന്ന് പറഞ്ഞ ഖുർആനിൽ പറഞ്ഞൊരു മരമുണ്ട്. അവർ താങ്കൾക്ക് മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭം എന്ന് അറിയില്ല, ബൈഅത്തുർ റിദ്വാൻ. പടച്ചവൻ അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നത് അതാണ് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നത്, പടച്ചവൻ തൃപ്തിപ്പെട്ടതായ ബൈഅത്ത്. അതൊരു മരത്തിൻ്റെ അടി വെച്ചിട്ടാണ് നടന്നത്. അള്ളാൻ്റെ റസൂൽ ഇരുന്നതിനേക്കാളും വലിയൊന്നുമില്ലല്ലോ ഇരിക്കാൻ പറ്റിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മരത്തിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് സ്വഹാബാക്കളുടെ അടുത്ത് നിന്ന് എന്തെടുത്തത്? ബൈഅത്ത് എടുത്തത്. ആ ബൈഅത്തുർ റിദ്വാനിൻ്റെ മരത്തിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാർ പോക്ക് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ആര് വിവരം അറിയാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്താ അദ്ദേഹം ചെയ്തത്? നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ബിസിനസ് അല്ലേ, നമ്മളിപ്പോഴത്തെ വലിയ ഉസ്താദൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? അവിടെ നല്ല ഉഷാറാക്കിയിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളിയും ഒരു കോംപ്ലക്സൊക്കെ ഉണ്ടാക്കും, ഇപ്പുറത്ത് മരവും, ഉഷാറായി. അപ്പോൾ നല്ല വരുമാനമായിരിക്കും. ഉമർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത് അറിയോ? ആ മരം പോയിട്ട് അങ്ങോട്ട് അടിയോടുകൂടി മുഴുവൻ അവിടുന്ന് ഫുള്ളായിട്ട് എടുത്ത് ഒഴിവാക്കുക. അതവിടുന്ന് ഒഴിവാക്കുക. നമുക്ക് കാണാൻ പറ്റും ചില സഹാബാക്കളൊക്കെ ഇങ്ങനെയുള്ള ശേഷിപ്പുകൾ നീക്കം ചെയ്യുമ്പോൾ
അതിൻ്റെ ഏറ്റവും ചെറിയ ശേഷി പോലും കത്തിച്ച് ദ്രവിച്ച് അത് മുഴുവൻ നീക്കം ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതൊക്കെ നമുക്ക് ചില ഇതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പറഞ്ഞ മരം തന്നെ അവിടുന്ന് മുഴുവൻ പിഴുത് കളയണം. ഉമർ റളിയല്ലാഹു അൻഹു ഓർഡർ ഇട്ടത്. കാരണം ഇനി അവിടെ പോയിട്ട് ഇരിക്കുന്ന ഒരാളുണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിട്ട് ഒരാൾ അനുവാദം ചോദിക്കുക. എല്ലാവരും ഇങ്ങനെ ദീത്തുവയ്ക്ക് പോകുന്നുണ്ട്. എന്താ ഈ ദീത്തുവ? അതായത് തുവ താഴ്വര, മൂസാ നബിയോട് അതായിരിക്കണം. കാരണം അതിൽ വിശദീകരണത്തിൽ പറയില്ല. ഏതായാലും ദീത്തുവയ്ക്ക് പോകാൻ ഒരു സ്ഥലം, ഒരു പക്ഷേ തുവ എന്ന് പറയുന്ന മുഖദ്ദസി തുവ എന്ന് പറയില്ല, ആ തുവ ആയിരിക്കും അല്ലാഹു ആലം, ശ്രേഷ്ഠമാക്കപ്പെട്ട തുവ പ്രദേശം. അപ്പോൾ ആ പ്രദേശത്തേക്ക് ഇങ്ങനെ കുറേ ആൾക്കാർ പോകുന്നുണ്ട്. ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാവരും പോകുന്നുണ്ട്, ശരി, നീ പോകണ്ടെന്ന് പറഞ്ഞു. പോണ്ട. അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ എന്താ അങ്ങോട്ട് പോകും? അപ്പം അബ്ദുല്ലാ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് 3 പള്ളികളിലേക്ക് മാത്രം പോകാനേ അള്ളാഹുവിൻ്റെ റസൂൽ അനുവാദം നൽകിയിട്ടുള്ളൂ. ഒന്ന് മസ്ജിദുൽ ഹറാം, ഒന്ന് മസ്ജിദുൻ നബവി, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. ഈ 3ലേക്ക് പുണ്യം ആഗ്രഹിച്ചിട്ടുള്ള യാത്ര പാടുള്ളൂ. അപ്പോൾ പ്രത്യേകിച്ചും അവിടെ ഈ പുണ്യം ആഗ്രഹിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോയാലും ആൾക്കാർ എന്ത് തെറ്റിദ്ധരിക്കും? ഈ പുണ്യം ആഗ്രഹിച്ചിട്ട് പോകുന്ന തീർത്ഥയാത്രകളെ തെറ്റിദ്ധരിക്കും, പ്രത്യേകിച്ചും കുറച്ച് അറിവുള്ള ആളും കൂടിയാണെങ്കിൽ. അപ്പം നിങ്ങളെ കണ്ടിട്ട് വേറുള്ളവരും എന്ത് ചെയ്യും? പോകും. ആ പോക്ക് പോണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള അനവധി സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു നിൽക്കുന്ന ഖബറുകളെയൊക്കെ നിരപ്പാക്കാൻ വേണ്ടി കൽപ്പിച്ചു. ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഈ മുറിൻ്റെ ഉള്ളിൽ മറവ് ചെയ്തത്? പുറത്ത് മറവ് ചെയ്ത ആൾക്കാർക്കൊക്കെ വരാനും കാണാനും ഖബർ കാണാനൊക്കെ ഒരു സൗകര്യമായിരുന്നില്ലേ? അപ്പോൾ ആയിഷ ബീവി പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ ഖബർ മറ്റുള്ളവർക്ക് മുൻപിൽ വെളിപ്പെട്ടാൽ അതിനെ ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റുമെന്നുള്ള ഭയം കാരണത്താൽ ആണ് അവിടെ മറവ് ചെയ്യാൻ. അത് ശരിക്കും പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന കൂടി ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ മറവ് ചെയ്തത്. എന്നിട്ട് പറയാം, വലൗലാ ഖശിയത ദാലിക ലഅബ്റസ ഖബറഹു. ആ ഒരു ഭയം അള്ളാഹുവിൻ്റെ റസൂലിന് ഇല്ലായിരുന്നുവെങ്കിൽ ആ ഖബറിനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ, പുറത്ത് വെളിപ്പെടുന്ന രൂപത്തിൽ മറവ് ചെയ്യാൻ അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ മുമ്പ് മരണപ്പെട്ടു പോയ നബിമാർക്ക് സംഭവിച്ചതുപോലെ അവരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവരുടെ പിൻഗാമികൾ മാറ്റിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടത്തെ ആക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് തന്നെ എന്താ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ? എന്തെങ്കിലും ചുരുട്ടിട്ട് എഴുതിയിട്ടിടുക, അതേപോലെ തന്നെ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് പ്രാർത്ഥിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതി പറയുക. അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ട കാര്യമാണോ? സ്വഹാബാക്കൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുക അങ്ങനെ ചെന്നിട്ട് പരാതി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്. എവിടുന്നെങ്കിലും തപ്പിപ്പിടിച്ച് ഏതെങ്കിലും വാറോല ഏതെങ്കിലും അറബി കിതാബ് ആണെന്ന് ചോദിച്ചിട്ട് എല്ലാം തെളിവാവുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വയ്ക്കും, ഇന്ന ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇവർ അവിടെ മറവ് ചെയ്യപ്പെട്ട ആൾക്കാരല്ലേ? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചിട്ടില്ലേ? എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി? അവിടെ എത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കായിരുന്നെങ്കിൽ അവിടുന്ന് ചോദിച്ചൂടെ? അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്തൊക്കെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി നമുക്കറിയാം. എല്ലാത്തിലും കണിശമായ തീരുമാനം എടുക്കുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് പോലും ഒരു അത്ര ശക്തമായ നടപടി വേണമെന്ന് ഒരു ഇതുണ്ടായിരുന്ന ഒരു സംഭവമാണ് എന്ത്? ഖിതാലുൽ മുർത്തദ്ദീൻ. അതായത് കുറച്ച് ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് സക്കാത്തൊക്കെ കൊടുത്തിരുന്നത്, ഇനി ഞങ്ങൾ തരൂല. അത് അള്ളാഹുവിൻ്റെ റസൂലിന് കൊടുത്ത, കാരണം ഞങ്ങൾക്ക് റസൂലിൻ്റെ പ്രാർത്ഥന കിട്ടും, നിങ്ങളെ പ്രാർത്ഥന ഞങ്ങൾക്ക് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ റസൂലിന് കൊടുത്തിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരില്ല, റസൂലുള്ളാഹിക്ക് കൊടുക്കാനാണ് ഞങ്ങളോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ സക്കാത്ത് തരാതെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ഫവല്ലാഹി ലഉഖാതിലന്ന മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സക. നിസ്കാരവും സക്കാത്തും രണ്ടാക്കിയ ആൾക്കാരുണ്ടെങ്കിൽ അവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. മാത്രമല്ല
فوالله لو منعوني عقالا كانوا يؤدونه إلى رسول الله صلى الله عليه وسلم لقاتلتهم عليه. ഒരു ഇഖാലാണ്, അതായത് ഒരു ഒട്ടകത്തെ കെട്ടുന്ന കയറ് സക്കാത്തായിട്ടില്ല. അതായത് അത്ര ഒരു വിലയില്ലാത്ത വസ്തുവാണ് സക്കാത്തിനത്തിൽ കൊടുക്കാനുള്ളത് എങ്കിൽ പോലും അതിൻ്റെ പേരിൽ യുദ്ധം ചെയ്തിട്ട് ഞാനങ്ങോട്ട് വാങ്ങും. കാരണം അത് എൻ്റെതോ നിങ്ങളുടേതോ അല്ല, ആരുടേതാ? പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. അത് ഞാൻ വാങ്ങിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അപ്പം അത്രയും പ്രശ്നങ്ങളുണ്ടായപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പരാതി പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ദീൻ. പടച്ച റബ്ബിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും പടച്ച റബ്ബ് അല്ലാത്ത ഒരു മഖ്ലൂക്കുമായും അത്തരത്തിലുള്ള തഅല്ലുഖ് നിലനിർത്താതിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു മനുഷ്യൻ്റെ കറകളഞ്ഞ തൗഹീദ്. അത് മഹബ്ബത്തിൽ പോലും ശിർക്ക് വരുന്നതിന് ശ്രദ്ധിക്കണം എന്നാണ്. ഇഷ്ടത്തിൽ പോലും വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അള്ളാഹുവിനോട് ഉള്ള ഇഷ്ടത്തെ പോലെ മറ്റു ചിലർ പടച്ചവനല്ലാത്തവരോട് ഇഷ്ടം വെച്ച് പുലർത്തും. അതായത് റബ്ബ് എന്ന അർത്ഥത്തിൽ ഉണ്ടാവേണ്ട ഒരു ഇഷ്ടവും സ്നേഹം ഉണ്ടല്ലോ, അത് ആ അർത്ഥത്തിലുള്ള ഇഷ്ടം മറ്റൊരാൾക്ക് വകവെച്ചു കൊടുത്താൽ എന്തായി? അതുപോലും ശിർക്കാകുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ആള് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലായിട്ട് അത് പറഞ്ഞുകൊണ്ട് മരിക്കാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അവൻ എവിടെയാണ്? സ്വർഗത്തിലാണ്. തൗഹീദ് അനുസരിച്ചിട്ട് ജീവിക്കണം. ഈ ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കി. സ്വഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് ചുറ്റും മതിൽ കെട്ടി. അതിൽ നമുക്ക് ഇമാം നവവി ഉദ്ധരിച്ച സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ സാധിക്കും, വൃത്താകൃതിയിൽ മതിൽ കെട്ടി. കാരണം എന്താ? ഇനി നാളെ വിവരമില്ലാത്തവർ വന്നിട്ട് ഇതാണ് ഖിബില എന്ന് പറയാതിരിക്കാൻ. സ്ക്വയറിൽ കെട്ടിയാൽ അതുണ്ടാവുമല്ലോ, അവിടെയും ഖിബിലുണ്ട് ഇവിടെയും ഖിബിലുണ്ട് എന്ന് പറയുന്ന ഒരു ടീം വരും എന്ന് വിചാരിച്ചിട്ട് അവർ വൃത്താകൃതിയിൽ മതിൽ കെട്ടി വാതിലില്ലാത്ത വിധം കൊട്ടിയടച്ചു എന്നാണ്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. സ്വഹാബാക്കൾ എന്തിനാ അവരിതൊക്കെ ചെയ്തത്? അത് പിൻകാലത്ത് ആരാധിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അള്ളാഹു എൻ്റെ ഖബറിടത്തെ ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുത്. ഖബറിടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർ ചെയ്യും. ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യൂല. ഖബറിടത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഖബർ കെട്ടിപ്പൊക്കരുത്. അപ്പോൾ ഖബർ കെട്ടിപ്പൊക്കും. ഖബറാളികളോട് ആളുകൾ അവരെ ആരാധിക്കുന്ന ഭയപ്പെട്ടിട്ടാണ് ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഖബർ സിയാറത്ത് പോലും വിലക്കി. പിന്നെ അത് അനുവദിച്ച് എന്നിട്ട് പറഞ്ഞു കൊടുത്ത്, എന്ത്? ആഖിറത്തിനെ കുറിച്ചിട്ട് ഓർമ്മ ഉണ്ടാവുന്ന ഈ ഖബറിലുള്ള ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് സിയാറത്ത്, അല്ലാതെ ഖബറാളിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ എന്ത് ചെയ്ത്? നേരെ തിരിച്ച് ഖബർ സിയാറത്ത് എന്ന പേരിൽ പോയിട്ട് ഖബറിലുള്ള ആളുകളോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നാളെ പരലോകത്ത് വരുമ്പോൾ എന്താ സംഭവിക്കുക? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ഷിർക്ക് ചെയ്താൽ മുഴുവൻ കർമ്മങ്ങളും നിഷ്ഫലമായി തീരും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരാണ് ഷിർക്ക് ചെയ്യുന്നത് അവന് സ്വർഗം നിഷിദ്ധമായി തീരും. മാത്രമല്ല നിങ്ങളൊന്ന് ആലോചിച്ച്, ഇപ്പം ഇമാം നവവി ഞങ്ങളെ ഇമാമാണ്, എന്താ പറയുക, ഇമാം യഹ്യ ബിൻ ഷറഫുദ്ദീൻ നവവി ഖദ്ദസല്ലാഹു സിർറഹു എന്നൊക്കെ പറയും, റളിയല്ലാഹു അൻഹു എന്നൊക്കെയാണ് പറയുക ബഹുമാനിച്ചിട്ട്. അദ്ദേഹത്തിൻ്റെ ഷറഹ് മുസ്ലിമിൽ എന്താ പറയുന്നത്? ഈ സംഭവം മുഴുവൻ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റപ്പെടുമെന്ന ഭയം കാരണത്താലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തത്? ആ മുറിക്കുള്ളിൽ തന്നെ മറവ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത്. അതിൻ്റെ കൂടെ അമ്പിയാക്കൾ അവരുടെ റൂഹ് പടച്ച റബ്ബ് പിടിക്കുക, അവർ മറവ് ചെയ്യപ്പെടേണ്ട സ്ഥലത്താണ് എന്നുള്ളതും ഇതിൽ കാണാൻ സാധിക്കും. വല്ലാഹു അഅലം. ഏതായാലും എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ ആരാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സ്വഹാബാക്കൾ ചെയ്ത കാര്യങ്ങൾ, അതിൽ ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങോട്ട് വാതിൽ പ്രവേശിക്കാൻ സാധിക്കാത്ത വിധം അതിനെ കൊട്ടിയടച്ചു, വൃത്താകൃതിയിൽ ചുറ്റും മതിൽ കെട്ടി കൊട്ടിയടച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഏതായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ നാട്ടിൽ നമ്മളൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ നല്ലോണം ശ്രദ്ധിക്കുക.
നമ്മൾ മുവഹിദായി ജീവിച്ച് മരണപ്പെടുക എന്നുള്ളതല്ല. ആ തൗഹീദിനെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബല്ലിഗു അന്നി വലൗ ആയ. നമ്മളുടെ കുടുംബങ്ങളിൽ, നമ്മളുടെ ബന്ധുമിത്രാദികൾ ബന്ധം മുറിയും. ഓരെന്നെ കുറിച്ച് എന്താ വിചാരിക്കുക, ഓനിപ്പോൾ എപ്പോഴാണ് വലിയ ആളായി എന്ന് ചോദിക്കും. ഇതൊന്നും വിഷയമല്ല. പറയാനുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ളത് സന്ദർഭം വരുമ്പോൾ പറയൽ വാജിബാണ്. പ്രത്യേകിച്ച് തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബങ്ങളിൽ, സഹോദരങ്ങളിൽ അവർക്ക് നമ്മളെന്ത് ചെയ്യുക, തൗഹീദിനെ എത്തിച്ചു കൊടുക്കുക. മുവഹിദായി ജീവിച്ച് മുവഹിദായി മരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് അൽ അസദി അദ്ദേഹത്തിന് മഴുവേൽപ്പിച്ചിട്ട് പറഞ്ഞു, അമുറുക ബിമാ അമറനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ തദഅ ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു വഅല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു. ഉയർന്നു നിൽക്കുന്ന ഖബറുകളുണ്ടെങ്കിൽ നിരപ്പാക്കാനാണ് പറഞ്ഞേ. അത് എന്നോട് ആര് കൽപ്പിച്ചാന്നാ പറഞ്ഞേ? അള്ളാഹുവിൻ്റെ റസൂൽ കൽപ്പിച്ചതാന്ന് പറഞ്ഞിട്ട് കൽപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് യഥാർത്ഥ ദീനെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുവഹിദീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. തൗഹീദിനെ ജീവിതത്തിൽ നിലനിർത്താൻ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള തൗഫീഖ് പടച്ച റബ്ബ് ഏവർക്കും നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വജസാകുമുല്ലാഹു ഖൈറൽ ജസാ.